കടത്തിൽ നിന്നും കടത്തിലേക്ക് പോകുമ്പോഴും നട്ടം തിരിയുമ്പോഴും നമ്മുടെ മന്ത്രിമാരും സംസ്ഥാന സർക്കാരും ധൂർത്തിന് ഒരു കുറവും വരുത്തുന്നില്ല അല്ലേ? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് അധിക യാത്രാബത്ത അനുവദിച്ചിരിക്കുകയാണല്ലോ ധനവകുപ്പ്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയ അധിക ഫണ്ടായി 7 ലക്ഷം രൂപയാണ് അനുവദിച്ചതല്ലേ? ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. കെ പി, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ആർക്കും കൊടുക്കാൻ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യങ്ങളില്ല. ക്ഷേമനിധി ബോർഡുകൾ മൂലമുള്ള പെൻഷനുകൾ നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല. വിവിധ വകുപ്പുകളുടെ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എക്സൈസിലും മോട്ടോർ വാഹന വകുപ്പിലും ഒന്നും കൃത്യമായി ഇന്ധനമടിക്കാൻ പോലും കാശില്ലാത്തൊരവസ്ഥ. അങ്ങനെ സംസ്ഥാനം ഒപ്പം തന്നെയാണ് ഈ ആശാവർക്കർമാരെ പോലെയുള്ളവരുടെ റോഡിലിറങ്ങിയിട്ടുള്ള സമരം. ഇങ്ങനെയുള്ള വലിയ സാമ്പത്തിക വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് ഇഷ്ടക്കാർക്ക് വേണ്ടി വീണ്ടും കൂടുതൽ പണം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏറ്റവും പുതിയതായി നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ട്രഷറി നിയന്ത്രണത്തിൽ വരെ ഇളവ് വരുത്തി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫിന് യാത്രാബദ്ധ അധികമായി അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഉത്തരവ് ധനവകുപ്പ് ഇറക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇത്തരത്തിൽ അധിക യാത്രാബദ്ധ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച 35 ലക്ഷം രൂപ, ആ 35 ലക്ഷം രൂപയ്ക്ക് പുറമെയാണ് വീണ്ടും ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് യാത്രാബദ്ധയായി അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അഡീഷണൽ എക്സ്പെൻഡിച്ചർ വിഭാഗത്തിലാണ് ഈ 7 ലക്ഷം രൂപ ഇപ്പോൾ വീണ്ടും അനുവദിച്ചിരിക്കുന്നത്. നൽകിയ തുകയേക്കാളും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇഷ്ടക്കാരുമായി ബന്ധപ്പെട്ടുള്ള, പ്രത്യേകിച്ച് PSC അംഗങ്ങൾക്കും ചെയർമാനും ശമ്പളം കൂട്ടി നൽകുന്നു. മുഖ്യമന്ത്രിയുടെ TV ഷോയ്ക്ക് വേണ്ടിയിട്ട് അതിന് ബജറ്റിൽ അധികമായി പണം അനുവദിക്കുന്നു. KV തോമസ്, ഡൽഹിയിലെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള KV തോമസിന് വേണ്ടി വിമാനയാത്രയ്ക്ക് വേണ്ടി അധിക യാത്രാബദ്ധ അനുവദിക്കുന്നു. ഇപ്പോൾ ഇതാ മന്ത്രിമാർക്ക് വേണ്ടിയും അധിക യാത്രാബദ്ധ അനുവദിക്കുന്നു. അപ്പോഴും സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് അധിക വേതനം അനുവദിക്കില്ല, ഉള്ള കുടിശ്ശിക നൽകുന്നില്ല. മറ്റ് സപ്ലൈകോ പോലെയുള്ള വിഭാഗങ്ങൾക്കുള്ള വകുപ്പുകൾക്കുള്ള പണം കൃത്യമായി നൽകുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുന്നില്ല. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തില്ല. ഇങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ തിരസ്കരിക്കുന്ന സർക്കാർ തങ്ങളുടെ അടുപ്പക്കാർക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കുന്നു എന്നുള്ളൊരു വിചിത്രമായ നയം കൂടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്. പ്രത്യേകിച്ച് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനും ശമ്പളങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായി ഒരു വർഷം ഏതാണ്ട് 47 കോടിയോളം രൂപ സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ ഇവർക്ക് പെൻഷനുമൊക്കെ ഉറപ്പ് തന്നെയാണ്. അങ്ങനെ അത്ര വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും ഈ പറയുന്ന അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നതിന്, ചെലവുകൾ നടന്നു പോകുന്നതിനുള്ള പണം കൃത്യമായി സർക്കാർ നൽകാൻ കഴിയുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പദ്ധതികളിൽ വലിയ വെട്ടിക്കുറവുകൾ ഉണ്ടാകുന്നു. നേരത്തെ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലുള്ള എൻ്റെ ഗ്രാമം പദ്ധതിക്ക് ഒരു കൃത്യമായ സഹായം ലഭിക്കാത്തതിനെ പറ്റി, മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വലിയ വെട്ടിക്കുറവ് വരുത്തിയതൊക്കെയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വാർത്തകൾ ജനം TV പുറത്തുവിട്ടിരുന്നു. അങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക്, അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗങ്ങൾക്കും ഒന്നും കൃത്യമായ പെൻഷനും ആനുകൂല്യങ്ങളും വേതന കുടിശ്ശികകളും ഒന്നും നൽകാതെ നിൽക്കുന്ന സർക്കാർ തങ്ങളുടെ അടുപ്പക്കാർക്ക് വേണ്ടി, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് വേണ്ടിയൊക്കെ അധിക യാത്രാബദ്ധ അനുവദിക്കുന്ന വിചിത്രമായ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകി പിണറായി സർക്കാർ. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.